റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ബ്രിട്ടനിൽ ജൂലൈ 4 നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ടറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ചൊവ്വാഴ്ച അർദ്ധരാത്രി പൂർത്തിയായി. ചൊവ്വാഴ്ച രാത്രി 11:59 വരെ www.gov.uk/register to vote എന്ന ലിങ്ക് വഴിയാണ് ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ അവസരം ഉണ്ടായിരുന്നത്. UK പൗരത്വം ഉള്ളവർക്ക് പുറമെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ പൗരത്വം ഉള്ള ഏതൊരാൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യുവാനും കഴിയും. ഓൺലൈൻ അപേക്ഷ നൽകിയവർ വീണ്ടും നൽകേണ്ടതില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർക്ക് പോസ്റ്റൽ വോട്ട് ലഭിക്കുന്നതിനായി ഇന്ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ബ്രിട്ടനിലെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഇപ്പോൾ 2ാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയും മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. മിക്ക ഇടങ്ങളിലും കൺസർവേറ്റീവ് ലേബർ പാർട്ടികൾ തമ്മിലാണ് മുഖ്യ പോരാട്ടവും. ഇക്കഴിഞ്ഞ പ്രാദേശിക കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയെ മറികടന്ന് കൂടുതൽ കൗൺസിലർമാരെ നേടിയ ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടിയും മിക്കയിടങ്ങളിലും മത്സരരംഗത്തുണ്ട്. പ്രാദേശിക കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ കൗൺസിലർമാരെ നേടിയ സാഹചര്യത്തിൽ ഇത്തവണ കൂടുതൽ MP-മാർ തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലേബർ പാർട്ടി. സർവേകളെല്ലാം അത് ശരിവെക്കുന്നുമുണ്ട്. UK-യിൽ ക്യാൻസർ രോഗികളും മരണങ്ങളും കുതിച്ചുയരുമ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവരുന്നു. രാജ്യത്ത് ക്യാൻസർ കണ്ടെത്തുന്നതിൽ വൻ വീഴ്ച ഉണ്ടാകുന്നു എന്നാണ് കണ്ടെത്തൽ. 100,000-ഓളം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് സ്ഥിതി വഷളായപ്പോൾ മാത്രമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 100,000-ലേറെ രോഗികൾക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് A&Eയിൽ വെച്ചെന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ ആണ് പുറത്ത്. ഈ അവസ്ഥയിൽ രോഗം സ്ഥിരീകരിക്കുമ്പോഴേക്കും ഇത് മൂർച്ഛിച്ച് ചികിത്സ അസാധ്യമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ ഈ ഘട്ടത്തിൽ ചികിത്സയ്ക്ക് ചെലവേറുകയും ചികിത്സ ബുദ്ധിമുട്ടാവുകയും രക്ഷപ്പെടാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. GP-മാരുടെ സേവനങ്ങളിലെ അതൃപ്തി റെക്കോർഡ് കീഴടക്കുകയും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് സുദീർഘമായ കാത്തിരിപ്പ് വേണ്ടിവരികയും ചെയ്യുമ്പോൾ രോഗികൾക്ക് ഡോക്ടറെ നേരിട്ട് കാണുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായാണ് മാറുന്നത്. ഈ സ്ഥിതി അസ്വീകാര്യമെന്നാണ് ക്യാൻസർ റിസർച്ച് UK പറയുന്നത്. രോഗത്തെ തോൽപ്പിക്കാനുള്ള രോഗികളുടെ സാധ്യതയെ ഇത് ബാധിക്കുന്നുവെന്നും മുന്നറിയിപ്പ് നൽകുന്നു. A&Eയിൽ വെച്ച് ക്യാൻസർ സ്ഥിരീകരിക്കുന്നതിന് രോഗത്തിന് എതിരായ ദേശീയ നിലപാടുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന സൂചനയാണ് നൽകുന്നതെന്ന് ക്യാച്ചപ്പ് വിത്ത് ക്യാൻസർ ക്യാമ്പയിൻ ചൂണ്ടിക്കാണിച്ചു. പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടാൽ കുടുംബ ഡോക്ടർമാർ ക്യാൻസർ പരിശോധനയ്ക്കായി റെഫർ ചെയ്യുകയാണ് പതിവ്. എന്നാൽ രോഗം കൂടി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്താനാണ് പല രോഗികളും നിർബന്ധരാകുന്നത്. ക്യാൻസർ നേരത്തെ തിരിച്ചറിയേണ്ടത് ചികിത്സയിൽ സുപ്രധാനമാണ്. വളരെയേറെ ആളുകൾക്കാണ് രോഗം തിരിച്ചറിയാൻ കാലതാമസം നേരിടുന്നത്. ടോപ്പ് പാർക്കിൽ നിന്ന് കാണാതായ 3 കുട്ടികളെ സുരക്ഷിതരായി കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ശേഷമാണ് സറയിലെ തീം പാർക്ക് സന്ദർശിച്ച ശേഷം ഇവരെ കാണാതായത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് ഇവർക്കായി അന്വേഷണം ആരംഭിച്ചിരുന്നു. ഖാൻറ്റി, അമേലിയ, മാലിക് എന്നീ കുട്ടികളെയാണ് തീം പാർക്ക് സന്ദർശനത്തിന് ശേഷം കാണാതായത്. ഇവർ ലണ്ടനിലേക്ക് യാത്ര ചെയ്തിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. ഇതനുസരിച്ചുള്ള തിരച്ചിൽ നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ലണ്ടനിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ഒറ്റ രാത്രി കൊണ്ട് ഇവരെ കാണാതാവുകയും കുട്ടികളുടെ പ്രായവും കണക്കിലെടുക്കുമ്പോൾ സംഭവം കടുത്ത ആശങ്ക ഉളവാക്കിയെന്ന് നോർത്ത് സറൈ ഡിറ്റക്റ്റീവ് സൂപ്രണ്ട് ട്രൈവർ സ്ട്രൂത്തേഴ്സ് പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. +1 പ്രവേശനത്തിനുള്ള 3ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങും. 21 വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. അലോട്ട്മെന്റ് വിവരങ്ങൾ www.hscap.kerala.gov.in ലഭ്യമാകും. താൽക്കാലിക പ്രവേശനത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ഉണ്ടായിരിക്കില്ല. ഈ വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ സ്ഥിര പ്രവേശനം നേടണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ പരിഗണിക്കുകയുമില്ല. കെ സുധാകരന് ശേഷം ആര് KPCC പ്രസിഡന്റാകും എന്ന ചോദ്യത്തിന് ഉത്തരമായി. കെ മുരളീധരൻ അടുത്ത KPCC അധ്യക്ഷനാകും എന്ന് ഉറപ്പ്. എന്നാൽ തീരുമാനം ഉടനില്ല. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപായി സുധാകരൻ കഴിഞ്ഞ് കെ മുരളീധരനെ വീണ്ടും KPCC അധ്യക്ഷനാക്കാനാണ് ധാരണ. മുരളീധരന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മികച്ച വിജയം കൈവരിക്കാം എന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ജൂൺ 21 വരെ അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2024 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാം. ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 50 വാർഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിൽ പ്രവാസി ഭാരതീയരുടെ വോട്ടർ പട്ടികയും തയ്യാറാക്കുന്നുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1-ന് പ്രസിദ്ധീകരിക്കും. ഇനി സ്പോർട്സ് വാർത്തകൾ. യൂറോ കപ്പിൽ ഇഞ്ചുറി ടൈം ഗോളിൽ വിജയിച്ച പോർച്ചുഗൽ. ഇന്ന് ചെക്ക് റിപ്പബ്ലിക്കിനെ നേരിട്ട പോർച്ചുഗൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം തിരിച്ചടിയായിരുന്നു പോർച്ചുഗലിന്റെ വിജയം. ഇഞ്ചുറി ടൈമിലായിരുന്നു അവരുടെ വിജയ ഗോൾ വന്നത്. ഇന്ന് ആദ്യ പകുതിയിൽ മികച്ച ഫുട്ബോൾ കളിക്കാൻ പോർച്ചുഗലിന് ആയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. ബ്രൂണോ ഫെർണാണ്ടസ് 2 മികച്ച അവസരങ്ങൾ ആദ്യ പകുതിയിൽ ഒരുക്കി. ഒന്ന് മുതലെടുക്കാൻ റാഫേൽ ലിയാവോക്കായില്ല. മറ്റൊന്ന് റൊണാൾഡോയ്ക്ക് കിട്ടിയ അവസരമായിരുന്നു. റൊണാൾഡോയുടെ ഷോട്ട് അസാധ്യമായ സേവിലൂടെ ചെക്ക് ഗോൾ കീപ്പർ സ്റ്റാനക് തടഞ്ഞു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.95 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.